ഹായ് ഫ്രണ്ട്സ്, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ബ്രസീൽ വേൾഡ് കപ്പിൽ അവരുടെ മൂന്നാമത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് മുതൽ ഇപ്പോൾ മൂന്നാം റൗണ്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് 5-6 കളികൾ ഒരു ദിവസം ഉണ്ട് എന്നുള്ളതാണ്. ഗ്രൂപ്പിൽ 2 കളികൾ ഒരേ സമയത്താവുകയും ചെയ്യും. മൊറോക്കോ ഇന്ന് മറുഭാഗത്ത് ഹെയ്ത്തിക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കളികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വിശകലനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സർ ഉണ്ട്. വെൽക്കം ഷിയാബ് സർ. ഇന്നിപ്പം നെയ്മർ ജൂനിയർ ഇറങ്ങുന്നതാണ്. ഇന്നത്തെ പ്രധാന വാർത്ത ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുൽത്താൻ, അങ്ങനെയാണ് പറയുക, സുൽത്താൻ ഈസ് ബാക്ക് എന്ന് പറയുന്നു. വളരെ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ കഴിഞ്ഞ കളി, രണ്ടാമത്തെ കളിയോട് ബ്രസീൽ ഒരു താളം കണ്ടെത്തി എന്നുള്ളതാണ്. കൂടുതൽ ഗോളുകൾ അടിക്കേണ്ട ഒരു ആവശ്യത ഉണ്ട്, പക്ഷെ എന്നാലും നെയ്മറിൻ്റെ ഒരു വരവ് കൂടുതൽ ഊർജം നൽകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നെയ്മർ എത്ര മിനിറ്റ് കളിക്കുന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പോകെ ചർച്ച ചെയ്ത് പോകാം. ഇപ്പോൾ റാഫീഞ്ഞ ഇല്ല. റാഫീഞ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത മത്സരത്തിനും ഉണ്ടാവില്ല, റൗണ്ട് ഓഫ് 32 ഉണ്ടാവില്ല. പ്രീ ക്വാർട്ടർ, അതായത് റൗണ്ട് ഓഫ് 16 ഒരു പക്ഷേ കളിച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയാൽ ക്വാർട്ടർ ഫൈനൽ ആകുമ്പോഴേ ആൾ റെഡി ആവുള്ളൂ എന്ന് പറയുന്നു. റാഫീഞ്ഞ ഇല്ലാത്തത് ബ്രസീലിന് തിരിച്ചടിയല്ലേ? ബ്രസീലിനെ സംബന്ധിച്ചാൽ ഇപ്പോൾ ഒരു നമ്മൾ വിഷയം ചൂണ്ടിക്കാണിച്ച റൈറ്റ് വിങ്ങിലാണ് ഒരു വിഷയം ഉണ്ടായിരുന്നത്. റാഫീഞ്ഞ ഇതുവരെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഫോമൊന്നും പറയാൻ പറ്റൂല രീതിയിൽ എത്തിയിട്ടില്ല. അവിടെ ആ ഒരു ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ അത്യാവശ്യമാണ്. ഇപ്പോൾ റയനെ അവിടെ ഇറക്കിയിരുന്നു, ആ സമയത്തും വേണ്ടത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നും അറിയാൻ കഴിഞ്ഞത് റയാൻ അവിടെ കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ റയാൻ യങ് പ്രോമിസിങ് പ്ലെയർ ആണ്. പക്ഷേ പ്രൂവ് ചെയ്യേണ്ടതാണ് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് കളിയിൽ. തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ റൈറ്റ് വിങ് സത്യത്തിലൊരു പ്രശ്നമായത്, എസ്റ്റവായൊക്കെ പരിക്ക് പറ്റിയതാണ് പ്രശ്നമായത്. എസ്റ്റവായോ ഇല്ലാതായതോടുകൂടി, കളിക്കാതായതോടുകൂടി പിന്നെ ആരെന്നില്ല. അപ്പോൾ റാഫീഞ്ഞ കളിക്കും. കാരണം റാഫീഞ്ഞ അത്ര ഫോമിലല്ലെങ്കിൽ പോലും റാഫീഞ്ഞ എന്ന് പറയുമ്പോൾ എതിരാളികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്. കാരണം ബാഴ്സലോണയുടെ സ്റ്റാർ പ്ലെയറാണ്. അപ്പോൾ റാഫീഞ്ഞയെ കൂടി ഒന്ന് നോക്കണം. അപ്പോൾ റാഫീഞ്ഞയെ മാർക്ക് ചെയ്യുന്ന പോലെ ഒരു പക്ഷേ റയാൻ അത്ര അങ്ങ് ശ്രദ്ധിച്ചോളണമെന്നില്ല. ലൂയിസ് എൻറിക്കെ ആണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ച കളികളിലൊന്നും മികവ് കാണിച്ചിട്ടില്ല, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുമ്പോൾ ആൾ വേറെ ലെവലിൽ കളിക്കുന്നുണ്ട്. അത് ആഞ്ചലോട്ടി നിരീക്ഷിച്ചിട്ടുണ്ടാവും, നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് റയാനെ സ്റ്റാർട്ട് ചെയ്യിച്ചിട്ട് ലൂയിസ് എൻറിക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ കളിയുടെ ഒരു പ്രാധാന്യം നമ്മൾ നോക്കേണ്ടത് സ്കോട്ട്ലൻഡാണ് എതിരാളികൾ. സ്കോട്ട്ലൻഡ് ആദ്യ കളി ജയിക്കുകയും രണ്ടാമത്തെ കളി മൊറോക്കോയുടെ ഒരു ഗോളിന് തോൽക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഹെയ്ത്തിക്കെതിരെ തീർച്ചയായിട്ടും മൊറോക്കോ ഒരു ഗോൾ വർഷം നടത്തും. അതായത് ഒരു 5-6 ഗോൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതെ, നടത്തുന്നതാണ് നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം, നടത്തും. അങ്ങനെ നടത്തുകയാണെങ്കിൽ ബ്രസീലിന് 1-ാം സ്ഥാനം പിടിക്കണമെങ്കിൽ ഇപ്പുറത്ത് സ്കോട്ട്ലൻഡിനെതിരെ ഒരു 3 ഗോളെങ്കിലും അടിക്കണം. അതിന് കഴിയും തോന്നുന്നുണ്ടോ? അപ്പോൾ സ്കോട്ട്ലൻഡ് ഒരു ഡിഫൻസീവ്, സ്കോട്ട്ലാൻഡ് ടീമിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 2 കളികളിലും പൊതുവെ കൂടുതൽ ഗോൾ അടിക്കൂല, കൂടുതൽ ഗോൾ വഴങ്ങുകയും ചെയ്യില്ല. അങ്ങനത്തെ രീതിയിലുള്ള ടീമാണ് സ്കോട്ട്ലാൻഡ്. അവിടെ ഡിഫൻസ് നല്ല രീതിയിലൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന, നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹെയ്ത്തിക്കെതിരെ ഗോൾ അടിച്ചു, ആദ്യം 3 ഗോൾ അടിച്ചു. പിന്നെ അതിന് ശേഷം കൂടുതൽ ഗോൾ അടിക്കണം എന്ന രീതിയിലേക്ക് പോയില്ല എന്നുള്ളതാണ്. സ്കോട്ട്ലാൻഡിനെതിരെ തുടക്കത്തിൽ ഒരു ഗോൾ, ഒരെങ്കിലും 1-2 ഗോളുകളെങ്കിലും അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ നല്ലൊരു മാർജിനിൽ ഗോൾ അടിക്കാവുന്ന രീതിയിലേക്ക് പോകാൻ പറ്റുക. സ്കോട്ട്ലാൻഡ് യൂറോപ്യൻ പോലുള്ള ടീമുകൾക്കെതിരെ കൂടുതൽ ഗോൾ അടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി കാണണം എന്നുള്ളതാണ് അവരുടെ കളി രീതി വെച്ച്. എസ്പെഷ്യലി നമ്മൾ നല്ല രീതിയിൽ വിജയത്തിൽ കുറഞ്ഞ 1-2 ടീമും മൊറോക്കോയും ബ്രസീലും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ എഫിലെ ടീമുകളായിട്ടാണ്, റണ്ണേഴ്സിനായിട്ടാണ് ഇവിടുത്തെ 1-ാം സ്ഥാനക്കാർ തിരിച്ചു. അതോടൊപ്പം സ്കോട്ട്ലൻഡിനും സാധ്യതയുണ്ട്. 3 പോയിന്റ് ഉണ്ടല്ലോ, അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 6 പോയിന്റ് ആവും. അപ്പൊ അതുകൊണ്ട് അവരും ജയിക്കാനുള്ള ശ്രമത്തിലേക്ക് തന്നെയാണ് പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ചിന് സാധ്യതയുണ്ട്. ബ്രസീലിന് അത്ര ഈസിലി ഗോൾ അടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വന്നാൽ ഹെയ്ത്തിക്കെതിരെ 2-ാം പകുതിയിൽ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റാത്തത് ഒരു നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്തിന് നിർബന്ധമില്ലല്ലോ, 2-ാമതായ പോരെ, എന്നാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ 2-ാമതായാലും കയറി പോവാം. അപ്പുറത്ത് ഒന്നുകിൽ നെതർലാൻഡ്സോ അല്ലെങ്കിൽ ജപ്പാനോ വരും. 2 ടീമായാലും നല്ല വെല്ലുവിളി തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-ാമതായി കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ലോജിസ്റ്റിക് പ്ലാൻ ആകെ തെറ്റിപ്പോകും. ഇപ്പോൾ ബ്രസീൽ ന്യൂജേഴ്സിയിലാണ് അവരുടെ ക്യാമ്പുള്ളത്.
അപ്പോൾ അവർ അടുത്ത മത്സരങ്ങൾ തൊട്ടടുത്ത് ചെറിയ ചെറിയ ട്രാവൽ നടത്തി തിരികെ ന്യൂജേഴ്സിയിൽ തന്നെ വന്ന് അങ്ങനെ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ല, 2ാം സ്ഥാനമാണെങ്കിൽ അടുത്ത കളിക്ക് നേരെ മെക്സിക്കോയിലേക്ക് പോകണം, മോൺട്രി പോയി കളിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റിയിൽ നിന്ന് സിറ്റിയിലേക്ക് ഇങ്ങനെ കറങ്ങേണ്ടി വരും. അത് റിക്കവറിക്ക് മറ്റുമൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 1ാം സ്ഥാനം വേണം എന്നതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ ഈ 1ാം സ്ഥാനം പിടിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു രീതി വെച്ച്, ഇന്നത്തെ കളിയുടെ ഒരു സ്വഭാവമൊക്കെ വെച്ച് സാധിക്കുന്ന സാറ് കരുതുന്നുണ്ടോ? അത് മാത്രമല്ല, ഇപ്പൊ 2ാം സ്ഥാനമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1ാം സ്ഥാനം എനിക്ക് തോന്നുന്നു ബ്രസീല്, 1ാം സ്ഥാനം മൊറോക്കോ ഗോൾ വർഷം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്രസീലിന് കുഴപ്പമൊന്നുമില്ല, ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആവാനൊക്കെ പറ്റും. ഒരേ രീതിയിലാണ് മൊറോക്കോയും ബ്രസീലും നിൽക്കുന്ന ടേബിളിൽ നിൽക്കുന്നതാണ് അല്ലേ. ഗോള് കൂടുതലുള്ളത് ബ്രസീലിനാണ്, ആദ്യം കളിച്ചുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1-2 ഗോൾ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. ഹെയ്ത്തിക്കെതിരാണെങ്കിലും മൊറോക്കോ അങ്ങനെ ഗോൾ വർഷം വലിയ രീതിയിൽ നടത്തും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിയ രീതിയിലൊന്നും ജയിച്ചേക്കും തീർച്ചയായിട്ടും, പക്ഷെ വലിയ രീതിയിലിപ്പോൾ ബ്രസീൽ ഇപ്പോൾ ഹെയ്ത്തിക്കെതിരെ വലിയ രീതിയിലുള്ള ഗോൾ വർഷങ്ങളൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ വലിയ രീതിയിൽ ചിലപ്പോൾ എനിക്ക് 4-5 ഗോൾ മാർജിനിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബ്രസീലിൻ്റെ കേസിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷനുമായി അല്ലെങ്കിൽ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അതിലുള്ളത്. പ്രധാനമായിട്ടുള്ളത് 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെതർലാൻഡ്സിനെയാണ് നേരിടേണ്ടി വരിക എന്നുള്ളതാണ്. നെതർലാൻഡ്സ് ആണെങ്കിൽ നല്ല അത്യുഗ്രം ഫോമിലാണ്, സൂപ്പർ ഫോമിലാണ്. അപ്പോൾ യൂറോപ്പിലെ ഒരു എലൈറ്റ് ക്ലബ്ബായിട്ടുള്ള ടീമായിട്ടുള്ള നെതർലാൻഡ്സിനെ പോലെയുള്ള ഒരു ടീമിനെതിരെ ഒരു പക്ഷേ റൗണ്ട് ഓഫ് 38 നേരിടാൻ ഒരു ബ്രസീലിന് ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്നലെ റൊണാൾഡോ ഫിനോമിന പറഞ്ഞതാണ്, നമ്മളായിട്ടില്ല, നെതർലൻഡ്സിനെ നേരിടാൻ നമ്മളായിട്ടില്ല, നമ്മളിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. അതായത് ഓരോ ഗെയിം കഴിയുമ്പോഴും ബ്രസീൽ പ്രോഗ്രസ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് വേണമെങ്കിൽ നെതർലൻഡ്സായിട്ട് മുട്ടാം, ഇപ്പോൾ ആയിട്ടില്ല എന്നാണ് ഇന്നലെ റൊണാൾഡോ. നെതർലൻഡ്സ് സംബന്ധിച്ച് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ്, അവർ പൂർണ്ണമായിട്ട് ഒരു താളം കണ്ടെത്തി കഴിഞ്ഞു. ഒരു പെർഫെക്റ്റ് ഒരു ടോട്ടൽ ഫുട്ബോൾ, നല്ല രീതിയിൽ നല്ല പാസിങ് ഗെയിം, അതേപോലെ എല്ലാ മേഖലയിലും ആക്ച്വലി എന്താ പറയുക ഒരു സർവ്വ ആധിപത്യം തരുന്ന രീതിയിൽ. പക്ഷേ സ്വീഡന് ഒരുപാട് അവസരങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഒത്തിണക്കത്തോട് കൂടിയിട്ട് നല്ല പാസുകൾ, മിസ് പാസുകൾ അധികം ഇല്ല, ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു, മിഡ്ഫീൽഡ് അതേപോലെ തന്നെ സ്ട്രൈക്കേഴ്സ് ഒക്കെ ഫോർവേഡ്സിലൊക്കെ എല്ലാത്തിലും നല്ല രീതിയിൽ ആണ് ഹോളണ്ട് കളിച്ചെന്നുള്ളതാണ്. എന്തായാലും ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആഞ്ചലോട്ടിക്കും കോച്ചിങ് സ്റ്റാഫിനും ഹോളണ്ട് ആണെങ്കിലും നോ പ്രോബ്ലം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണെന്ന് പറയുന്നു. കാരണം ടീമിന് ആരോടും കോമ്പറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ആഞ്ചലോട്ടി പലപ്പോഴും പറയുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഹോളണ്ട് അല്ലെങ്കിലും മറുഭാഗത്ത് ജപ്പാനാണ്. ജപ്പാനും നല്ല വെല്ലുവിളി ബ്രസീലിന് ഉയർത്താൻ സാധ്യതയുണ്ട്. ഒരു ഫ്രണ്ട്ലി മത്സരം ഒക്ടോബറിലോ നവംബറിലോ ഏതോ ഒരു മാസമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ അന്ന് ഏഷ്യൻ ടൂർ നടത്തുമ്പോൾ ബ്രസീൽ നല്ല ലീഡ് എടുത്തതിന് ശേഷം പിന്നീട് കളി കൈവിട്ട് ജപ്പാനോട് തോൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ജപ്പാൻ എന്തായാലും നല്ല വെല്ലുവിളി ജപ്പാനാണെങ്കിൽ പോലും ഉയർത്തും. തീർച്ചയായിട്ടും അത് ഒരു അവരൊരു എന്താ പറയുക ആറ്റിറ്റ്യൂഡാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പറഞ്ഞില്ല, ജപ്പാനെ ഒരുപാട് തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ രാജ്യമാണ്. അപ്പോൾ അത് അവരിൽ ആക്ച്വലി എന്താ പറയുക എല്ലാ മേഖലയിലും, അപ്പോൾ അത് ഏത് സ്പോർട്സ് മേഖലയിലാണെന്നുണ്ടെങ്കിലും അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാത്തിലും എന്ന് പറയുന്നത് ആ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ആക്ച്വലി. അപ്പോൾ ആ രീതിയിൽ ഒരു ടീമായിട്ട് വളരെ യൂണിറ്റായിട്ട് നമുക്ക് എതിരാളികൾ ആരാണെന്ന് നോക്കാതെ പൊരുതുക എന്നുള്ളതാണ് ജപ്പാൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ബ്രസീലാന്ന് വിചാരിച്ചിട്ട് ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് അവരെ സമയത്തോളം എന്ന് പറയുന്നത്. അതുവഴി കൂട്ടായിട്ടുള്ള പ്രയത്നത്തിലൂടെ നേടുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ കിട്ടുന്ന പുരോഗതി എന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുക, അതിൽ ഒരു ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു യൂറോപ്യൻ ടീമിനെ ഒഴിവാക്കാനായിരിക്കും ബ്രസീലും ആഗ്രഹിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതാണ് വിഷയം. ഏതായാലും ഇന്നത്തെ കളിയിലേക്ക് തന്നെ നമ്മൾ വരുന്നു. നമ്മൾ അടുത്ത കളി എന്താവും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഇന്നത്തെ കളിയിലേക്ക് തന്നെ വരുന്നു. ബ്രസീൽ ഒറ്റ മാറ്റം മാത്രമാണ് വരുത്തുക എന്നാണ് ഇന്നിപ്പോൾ ബ്രസീൽ മാധ്യമങ്ങളൊക്കെ നൽകുന്നവർ. ഇന്നലെ ആഞ്ചലോട്ടിയോട് സ്ക്വാഡ് പ്ലേയിങ് 11 ചോദിക്കുമ്പം അദ്ദേഹം ഇപ്പോൾ അങ്ങനെ തുറന്നു പറയുന്നില്ല. പക്ഷേ ഒറ്റ മാറ്റത്തിനാണ് സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ റാഫീഞ്ഞയ്ക്ക് പകരം ഇൻസ്റ്റെഡ് ഓഫ് റാഫീഞ്ഞ അവിടെ റയാൻ കളിക്കും. മറ്റ് മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോൾ ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഗബ്രിയൽ മഗല്ലസും മാർക്കിഞ്ഞോസും, ഇരു പാർശ്വങ്ങളിലായിട്ട് കഴിഞ്ഞ കളി കളിച്ച പോലെ തന്നെ ഡഗ്ലസ് സാന്റോസും ഡാനിലോയും വരും. മധ്യനിരയിൽ ബ്രൂണോ ഗുയിമാറസും അതുപോലെ തന്നെ കാസമിറോയും പിന്നെ നമ്മുടെ ലൂക്കാസ് പക്കേറ്റയും, മുന്നേറ്റത്തിൽ റയാനും മാത്യൂസ് കുഞ്ഞയും വിനി ജൂനിയർ. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ കാസമിറോക്കൊക്കെ ഓൾറെഡി യെല്ലോ കാർഡ് ഉണ്ട്.
ഇനിയിപ്പോൾ ഈ കളിയിൽ ഒരു യെല്ലോ കാർഡ് വന്നാൽ റൗണ്ട് ഓഫ് 32 നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. കോച്ച് റിസ്ക് എടുക്കുകയാണ്. റിസ്ക് എടുത്തേ പറ്റുള്ളൂ. കാരണം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1ാം സ്ഥാനത്തിന് മത്സരിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയുക, അത് ഫ്ലൂക്കൊന്നും അല്ലല്ലോ. അപ്പൊ മൊറോക്കയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പിന്നെ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു, അവർ കോൺഫിഡൻസ് ലെവൽ ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് ഹാഫിന് സമയത്തുള്ള അവസാനിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. കളി അവസാനിച്ചപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മത്സരം നമ്മൾ തുടങ്ങി നല്ലതാണെങ്കിൽ അവസാനിപ്പിക്കുമ്പോഴും പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഒരു മാനസിക നില വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നിലയിലാണോ എന്നുള്ളത് കൂടി ഒരിതാണ് ഇതിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ബ്രസീലിൻ്റെ മധ്യനിര ആദ്യ കളി അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒക്കെ. പക്ഷേ കാസമിറോക്ക് പകരം ഫാബിഞ്ഞോ മതിയാവില്ലേ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഫാബിഞ്ഞോ ഒരു കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. കാസമിറോയുടെ അതേ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ആദ്യ കളിയിൽ ഫാബിഞ്ഞോ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയല്ലോ. കാസമിറോ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഈ ഒരു യെല്ലോ കാർഡ് ഉണ്ടെങ്കിലും കോച്ച് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം കോച്ചിനോട് ഇന്നലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ എംബാപ്പെ, മെസ്സി, ഇപ്പോൾ രണ്ടുപേരും അവരുടെ ടീമിൻ്റെ കളി തിരിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്തങ്ങ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതേ നിലവാരത്തിലാണോ വിനീഷ്യസിന് ചോദിക്കുന്നുണ്ട്? കഴിഞ്ഞ 3 ഗോൾ അടിച്ച ഹെയ്ത്തിക്കെതിരെ 3 ഗോൾ അടിച്ചതിൽ 3ലും വിനി ഗോൾ അടിച്ചും ചെയ്ത് 2 ഗോളുകൾക്കും അതിന് വഴിയൊരുക്കിയത് വിനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർട്ട് വഹിക്കാനുള്ള ഒരാൾ തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ. അത് കഴിയും, അതിനുള്ള ഒരു കപ്പാസിറ്റി. അത് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ആഞ്ചലോട്ടി കീഴിൽ വളരെ കംഫർട്ടബിളായിട്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് കൂടെ വിനീഷ്യസ് കളിക്കുന്നത്, എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതപ്പം നമ്മൾ മുമ്പൊക്കെ ഇപ്പോൾ വിനീഷ്യസ് ഒരു പ്രോമിസിങ് പ്ലെയർ ആയിട്ട് വരുന്ന സമയത്ത്, വണ്ടർ കിഡ് എന്നുള്ളൊക്കെ പേരുള്ള സമയത്ത്, ഭാവിയിൽ വിനീഷ്യസ് ബ്രസീലിനെ ചുമലിലേറ്റും എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആൾ റയലിൽ പോയി ഒന്ന് സ്ട്രഗിൾ ചെയ്തു, റയലിൽ കാലുറപ്പിച്ചു. പക്ഷെ ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ ആ മികവ് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടി ആളുകൾക്കുള്ള ഈ ഒരു വിശ്വാസം പതുക്കെ ഇല്ലാതായി പോയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വിനിയിലേക്ക് ബ്രസീൽ ചായുകയല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആഞ്ചലോട്ടിക്ക് ഒരു സ്വാധീനം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം റയലിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പക്ഷേ ആ ഒരു കംഫർട്ട് ഒരു പക്ഷേ എവിടെയും ഇങ്ങോട്ട് വന്നപ്പോഴും സ്വാഭാവികമായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവാം. എന്തായാലും വിനീഷ്യസ് നല്ല രീതിയിൽ കഴിഞ്ഞ 2 കളിയിൽ, ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്വാധീനം, ഇൻഫ്ലുവൻസ് കളിയിൽ ഉണ്ടാകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ശരിക്കും റോഡ്രിഗോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. തീർച്ചയായിട്ടും റോഡ്രിഗോയുടെ ഒരു അഭാവം ശരിക്കും വളരെ പ്രകടമാണല്ലോ. അതാണ്. അപ്പം ആഞ്ചലോട്ടിക്കൊപ്പം വിനീഷ്യസും ഈ പറയുന്ന റോഡ്രിഗോ ആണ് കളിക്കളത്തിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നതെങ്കിൽ, എങ്കിൽ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് ഈ വേൾഡ് കപ്പിൽ ശരിക്കും ഏറ്റവും കൂടുതൽ പരിക്ക് തളർത്തിയിട്ടുള്ള ടീം ബ്രസീലാണ്. എസ്റ്റവായോ, എദർ മിലിറ്റാവോ, റോഡ്രിഗോ, നെയ്മർ, ഇപ്പോൾ ഇതാ ഇവിടെ റാഫീഞ്ഞ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം എന്തായാലും വിനീഷ്യസ് ആണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. അപ്പം നെയ്മർ ആരാധകർക്ക് ഒരു പക്ഷേ അത് അത്രത്തോളം അങ്ങ് ദഹിച്ചോളുന്നില്ല. പക്ഷേ വസ്തുത അതാണ്. കാരണം നെയ്മർക്ക് ഇപ്പോൾ ഒരു 90 മിനിറ്റ് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല, ശാരീരികമായിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കളിയിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ആയിരിക്കും നെയ്മർ ഇറങ്ങുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അങ്ങനെ ഈ 10-15 മിനിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും ബ്രസീലിൻ്റെ ഭാവിയിലേക്കുള്ള മത്സരങ്ങളിൽ? നെയ്മർ ഒരുപാട് ഇപ്പോൾ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ബ്രസീലിന് വേണ്ടി 2023 3 വർഷമായി ഇപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ എന്താ പറയുക, ടീമിന് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നാലും വളരെ എത്ര നേരം നിൽക്കുന്നോ ആ സമയത്ത് ചിലപ്പോൾ നമുക്കിപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ്, ചിലപ്പോൾ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിലായിട്ട് ചിലപ്പോൾ ഇറങ്ങുക, വളരെ നിർണായക സമയത്തായിരിക്കും. ആ സമയത്ത് എത്രത്തോളം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇതുണ്ടാവണമെന്നില്ല. അപ്പോൾ എനിവേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്ലേയിങ് ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മത്സരത്തിൽ. അപ്പോൾ എസ്പെഷ്യലി നല്ല ഇപ്പോൾ ബ്രസീൽ ഇപ്പോൾ തുടക്കത്തിൽ ലീഡൊക്കെ നേടിയിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് തോന്നുന്നു നെയ്മർ ഒന്നുകൂടി ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് കളിക്കാൻ പറ്റും. ഇല്ല, risk ഇല്ല. ആ പ്ലേയിങ് ടൈം തൻ്റെ ഒരു തനതായ രീതിയിലേക്കൊക്കെ സ്വതസിദ്ധമായ രീതിയിലേക്ക് ഒന്നുകൂടി കളിക്കാൻ ഫ്രീ ആൾ കളിക്കാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുള്ളതാണ്. എന്നാൽ വളരെ ചിലപ്പോൾ വളരെ നിർണായകമായ ടൈമിലൊക്കെ ഇറങ്ങേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നെയ്മർ തീർച്ചയായിട്ടും കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ട് തന്നെ ചിലപ്പോൾ കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. നിർണായകമായ സമയത്ത് നെയ്മർ ഇറക്കുമെന്ന് വിചാരിക്കണ്ടോ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ നെയ്മർ ഇന്നത്തെ കളിയിൽ ഇറക്കുന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആഞ്ചലോട്ടിക്ക് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ. അതെ അതെ അതെ, നെയ്മർ എന്ന് പറയുന്ന ഒരു പ്ലെയറിൽ ഉണ്ടാകുന്ന വിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. പക്ഷെ ചില സോഴ്സുകൾ നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ബ്രസീൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിട്ട് പോവാണ്, 2-3 ഗോളിൻ്റെ ലീഡിലാണെങ്കിൽ അത്തരം ഘട്ടത്തിൽ നെയ്മർ ഇറക്കുള്ളൂ, അല്ലെങ്കിൽ നെയ്മറെ കൊണ്ട് മാച്ച് ടേൺ അറൗണ്ട് ചെയ്യിക്കുന്ന രൂപത്തിലുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇറക്കൂല എന്ന് കേൾക്കുന്നു, അറിയില്ല. അതൊരു താരത്തെ പ്രിസർവ് ചെയ്യുകയാണ്. കാരണം പരിക്ക് ഇനിയിപ്പോൾ അതിലൊരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ അവിടെ കളിച്ച് ആ കുറേ കാലത്തിന് ശേഷം കളിക്കാൻ ഇറക്കും. കുറേ കാലം എന്ന് പറയുമ്പോൾ സാന്റോസിന് വേണ്ടി കഴിഞ്ഞാൽ മെയ് 15 കളിച്ചാണ്, അതല്ല പറയുന്നത്. ബ്രസീൽ ടീമിൽ കുറേ കാലത്തിന് ശേഷം വേണ്ടി കളിക്കുന്നതാണ്, പരിക്കിൻ്റെ മേൽ പരിക്കായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇനി അതൊരു വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എന്തായാലും വളരെ കോഷ്യസ് ആയിട്ടായിരിക്കും നമ്മുടെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും ടീമൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ആ നെയ്മർ കളിക്കുന്ന 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അത് ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മിനിറ്റ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് ടീമിന് കൊടുക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ഉണ്ട്, താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആവേശമുണ്ട്, ആരാധകർക്ക് കൊടുക്കുന്ന ഒരു വല്ലാത്ത ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിന് ആ ഒരു 10 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഇന്ന് സുൽത്താൻ ഇറങ്ങുന്നു എന്നുള്ളൊരു ആവേശത്തിൽ തന്നെയാണ് ആരാധകർ ഇറങ്ങുന്നത്. ഇപ്പം മെസ്സി 5 ഗോള്, എംബാപ്പെ 4 ഗോള്, ഹാലൻഡ് 4 ഗോള്, ക്രിസ്ത്യാനോ 2 ഗോളായി. ഇന്ന് അവൻ്റെ വരവാണ് എന്നാണ് ആരാധകർ എന്ന് പറയുന്നത്. ഇന്ന് അവൻ്റെ ഹാരി കെയ്ൻ 2 ഗോള്, ഇന്ന് അവൻ 2 ഗോൾ അടിക്കുമോ? ആ 10 മിനിറ്റ് കൊണ്ട് 2 ഗോൾ വരുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം പറഞ്ഞ പോലെ ഇറക്കുന്നത് എങ്ങനെയാണെന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എത്ര പ്ലേയിങ് ടൈം കിട്ടണം എന്നുള്ളത്, ഏത് സമയത്താണ് ഇറക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ മതിയാവും ആരാധകർക്ക് സന്തോഷിക്കാൻ. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ കളിയിൽ ഒരു റിസൾട്ട് സാറ് പ്രഡിക്റ്റ് ചെയ്താൽ മൊറോക്കോൻ്റെയും പറയണം, കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ മൊറോക്കോ വേഴ്സസ് ഹെയ്ത്തി മാച്ചിൻ്റെ റിസൾട്ട് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നു? ഹെയ്ത്തിയായിട്ട് മൊറോക്കോ ഞാനൊരു 3 ഗോള് ജയിക്കും. അപ്പോൾ പിന്നെ ഈക്വൽ ആവും. അപ്പോൾ പിന്നെ ബ്രസീൽ 3 ഗോളാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ഗോൾ ഡിഫറൻസ് വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അങ്ങനെ വന്നാൽ 2 ഗോളിന് ബ്രസീൽ ജയിക്കും. അപ്പോൾ ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. അപ്പോൾ അതാണ് ഷിഹാബ് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ, ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നതാണ്. 2-0 സ്കോട്ട്ലൻഡിനെ ബ്രസീൽ പരാജയപ്പെടുത്തുന്നു, 3-0 ഹെയ്ത്തിയെ മൊറോക്കോ പരാജയപ്പെടുത്തുന്നു. എന്തായാലും നമുക്ക് നാളെ ഇന്നത്തെ കളി കണ്ടതിന് ശേഷം, ഇന്നെന്ന് പറയുമ്പോൾ പുലർച്ചെ 3:30 കളി, അതിനുശേഷം നാളെ നമുക്ക് വിശദമായിട്ട് കളി വിലയിരുത്തിക്കൊണ്ട് വീണ്ടും കാണാം.